ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. കാട്ടാളൻ നമ്മുടെ ഡയറക്റ്റഡ് ബൈ പോൾ ജോർജ് തന്നെയാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. സ്ക്രീൻ പ്ലേ ജെറോ ജേക്കബ്. ഉണ്ണിയാറ് ഡയലോഗ്. എനിക്കതിൽ നല്ല സംശയമുണ്ട്. ജോബി വർഗീസ് സ്ക്രീൻ പ്ലേ. പിന്നെ നമുക്ക് പറയാനായിട്ട് ഷരീഫ് മുഹമ്മദ് പ്രൊഡക്ഷൻ, നമ്മുടെ മാർക്കോൻ്റെയൊക്കെ പ്രൊഡ്യൂസറാണ്. ഇതൊരു മാർക്കോ യൂണിവേഴ്സിൽ വരുന്ന പടമാണ്. പിന്നെ രവി ബസ്രൂറാണ് കമ്പോസർ. രവി ബസ്രൂർ ആണെങ്കിൽ മറ്റേ KGF ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെ എവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ടൺ 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 ടൈ ആ സാധനവും പിടിച്ചുകൊണ്ട് അണ്ണൻ എത്ര നാൾ ഈ സാധനം തള്ളി നീക്കുമെന്ന് എനിക്ക് വലിയ പിടിയില്ല. എന്തായാലും അണ്ണൻ്റെ കേസ് അതാണ്. സിനിമാറ്റോഗ്രഫി റെനദേവ്. റെനദേവാണല്ലേ? ഓക്കെ. പിന്നെ ഷമീർ മുഹമ്മദ് എഡിറ്റർ. പ്രൊഡക്ഷൻ ഡിസൈനിങ് സുനിൽ ദാസ്. കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ. റോണക് സേവിയർ മേക്കപ്പ് എന്ന് പറയേണ്ട കുറേ പരിപാടി. സ്റ്റണ്ട് ചെയ്തേക്കുന്നത് ആക്ഷൻ സന്തോഷ്, കെച്ച കമ്പക്കേടെ. അതൊക്കെ ആര്? പിന്നെ ആരൊക്കെയോ ഉണ്ട് കേട്ടോ. എന്ന് പറയേണ്ട ഒരു പടം കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ടും ജഗദീഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ, സുനിൽ തെലുങ്കിൽ, പിന്നെ ഹിപ്സ്റ്ററൊക്കെ ഉണ്ട് പടത്തിൽ. പാവം ആൻസൺ പോള്. ഹനാൻഷ ഉണ്ട് പടത്തിൽ. ഹനാൻഷ ഒരു ഡയലോഗില്ല ഹനാൻഷയ്ക്ക്. പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടം അവിടെ ഒരു കുറേ ആക്ഷൻ കുത്തി കയറ്റി നിറച്ചേക്കുന്ന ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്ഷൻ മാത്രം കണ്ടാൽ മതി എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആക്ഷൻ കാണുന്ന സമയത്ത് ഒരു ഹൈ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ പടത്തിൻ്റെ അകത്ത് എന്തെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഫോർ യു. ആൻഡ് സ്റ്റോറി വൈസ് ആയിക്കോട്ടെ, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ആനക്കൊമ്പ് കാർട്ടലിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. ആൻഡ് അവർ തമ്മിലുള്ള അടിയും പിടിയും ബഹളവും അങ്ങനെയൊക്കെയാണ് പടം സംസാരിക്കുന്നത്. ഞാൻ പറയും മൊത്തത്തിൽ നമ്മുടെ ഒരു ബഹളം, മറ്റേ രവി ബസ്രൂർ അണ്ണൻ്റെ ടിപ്പിക്കൽ ബഹളത്തിൽ കുറേ ഫൈറ്റ് സീക്വൻസസും ഉണ്ട്. അത് പെപ്പയൊക്കെ അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫൈറ്റൊന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ചൊക്കെ പടത്തിൽ ക്യാമിയോയിൽ വരണുണ്ട്. പിന്നെ മറ്റേ കോൾ മീ വെനോ ഇല്ലേ, അവ ഉണ്ട് ഇതിൽ. ഇതൊരു തെലുങ്ക് സിനിമയൊക്കെ കാണണമല്ലേ, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. ഈ തെലുങ്ക് സിനിമ ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. പിന്നെ മൊത്തം ചുമ്മാ കുറേ സ്ലോ മോഷനും, അവിടെ നിന്ന് നടന്ന് വരണതിന് സ്ലോ മോഷൻ, ഇരിക്കണതിന് സ്ലോ മോഷൻ, നടക്കണതിന് സ്ലോ മോഷൻ, സിഗരറ്റ് വലിക്കണതിന് സ്ലോ മോഷൻ, അങ്ങനെയൊക്കെ ഒരു പടം. ഈ ടെംപ്ലേറ്റ് ഇനി വർക്കാവില്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയണതാണ്, ഞാൻ ചുമ്മാ പറയണമല്ല. ടു ഓൾ ദ ആക്ഷൻ ഫിലിം മേക്കേഴ്സ് ഔട്ട് ദെയർ, ഈ KGF ടെംപ്ലേറ്റ് വിൽ നോട്ട് വർക്ക്. ഭയങ്കര പാടാണ്. അത് കൊണ്ടുവന്ന പ്രശാന്ത് നീലിന് തന്നെ ഇപ്പോൾ ഇത്തിരി സീനാണത്. അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് പോയി, ആ ടെംപ്ലേറ്റ് വിട്. നമുക്ക് വേറെ പിടിക്കാം. വേറെ വല്ല സാധനം പുതുമ വല്ലതും ഉണ്ടെങ്കിൽ പിടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ആക്ഷൻ പടം അങ്ങനെ ഇഷ്ടമാണെങ്കിൽ, ആക്ഷൻ സീക്വൻസസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കാം. ചില സാധനങ്ങളൊക്കെ ഒരു ബോട്ടിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ രസമായിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് അത് പോരാ. ക്ലൈമാക്സിലൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഞാൻ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം വേറെ ഒന്നും ഇല്ല. എന്തൊരു പറയാൻ നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇതിൽ ഒരു ക്യാമിയോ ഉണ്ട് കേട്ടോ, എനിക്ക് പറയാം. പിന്നെ ഇതൊരു മാർക്കോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിൽ ഇനി ഉണ്ണി മുകുന്ദ ഇല്ല. ഉണ്ണി മുകുന്ദ എന്തോ കട്ടീസായെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ അവർ മിണ്ടീസ് ആക്കണേണ് അവർക്ക് നല്ലത്, പ്രൊഡ്യൂസറിനെ. ഇവർക്ക് ഈ യൂണിവേഴ്സിനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് അവർ ആ യൂണിവേഴ്സിലൊക്കെ നടക്കുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ യൂണിവേഴ്സ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ആൾ വേണം. അതുകൊണ്ട് എത്രയും വേഗം അതൊന്ന് പറഞ്ഞ് സോൾവ് ആക്കി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. ബട്ട് എന്തൊക്കെയോ പടങ്ങളുടെയൊക്കെ ഹിൻഡിങ് അവർ ഇറക്കുന്നുണ്ട്, ഈ പറയുന്ന ക്യൂബ് മീഡിയയുടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തലവേനിക്കും കേട്ടോ. അതുകൊണ്ട് ഒരാൾ 2-3 പേര് നല്ല അമൃതാഞ്ജനോ അതൊക്കെ കൊണ്ടുപോകണം, നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രവി ബസ്രൂർ തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്, ഈ ഹൈ ഡെസിബലിൻ്റെ സാധനം അടിക്കണമെന്ന് അതേപോലെ ചില സാധനം ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ ഇട്ട് ഈ പി ഊതിപ്പിക്കണത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളെ സിനിമ കണ്ടവരാണ്, നിങ്ങളെ വിലയേറിയ അഭിപ്രായം പറയാട്ടോ.
അല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ മാർക്കോയിൽ ഇഷ്ടപ്പെട്ട കുറേ അതിൻ്റെ ബ്രൂട്ടാലിറ്റി ആയിക്കോട്ടെ, അതൊക്കെ ഒരു പുതുമ ഉണ്ടായിരുന്നു. അതുപോലെ പുണ്ണി മുന്നിട്ട് സ്വാഗും പരിപാടിയൊക്കെ. ഇത് സിനിമയ്ക്ക് ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഫൈറ്റ് സീക്വൻസസും ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഹനാൻഷ ഉണ്ട് കേട്ടാ. നിങ്ങൾ പാവപ്പെട്ട പയ്യന് ഒരു 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 ഡയലോഗ് കൊടുത്തില്ല. പിന്നെ അവൻ ഈ ടഫ് സാധനമൊക്കെ എനിക്കും തോന്നിയില്ല. അതൊരു ആ ഒരു ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ലുക്കുള്ള ഒരു ചെറുക്കനാണ് അവൻ, ഈ ഹനാൻ. അപ്പോൾ അവന് സത്യം പറഞ്ഞാൽ ഇത്തിരി അങ്ങനത്തെ ഒരു ഫൺ സാധനമൊക്കെ കൊടുത്തിട്ട് ഞാൻ പൊളിച്ചേനെ. അവൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡും അതാണ്. ഇത് ഈ ഫൈറ്റ് ഇതൊക്കെ ഉണ്ട്, പടത്തിലുണ്ട് നല്ലത്. ഹിപ്സ്റ്ററും പടത്തിലുണ്ട്. അങ്ങനെ ഒരു പടം, ആനക്കൊമ്പും ബേളവും ഒരു സിനിമ. അപ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളെ വിലയൊരു അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ പോകണം. ശരി എന്നാൽ.